അസ്ലം കേൾക്കാമോ? രക്ഷാപ്രവർത്തനം സജീവം തന്നെയാണ്. അല്പസമയമുണ്ടായ ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തിന് സ്വാഭാവികമായ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ചെറിയൊരു തടസ്സമെങ്കിലും. കേൾക്കാമോ രശ്മ? കേൾക്കുന്നുണ്ട്, അസ്ലം പറഞ്ഞോളൂ. കേൾക്കാമോ? ഇപ്പോൾ ചൂരൽമലയിൽ ഈ പ്രദേശത്ത് തന്നെ അല്പസമയം പോലെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ തുടരുന്നുണ്ട്. മഴ തുടരുന്ന സ്വാഭാവികമായും രക്ഷാപ്രവർത്തനത്തിൽ ചെറിയൊരു വേഗത കുറയ്ക്കും. പക്ഷേ മഴയും ഒന്നും വകവയ്ക്കാതെ തന്നെ സൈന്യവും NDRFും മറ്റു സന്നദ്ധ സംഘടനകളൊക്കെ തന്നെയും പ്രവർത്തനം തുടരുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുണ്ടക്കയിൽ നിന്ന് മറ്റുമൊക്കെ കൊണ്ടുവന്ന മൃതദേഹങ്ങളാണ് ഇനി ഉണ്ടാവുക. മൃതദേഹങ്ങളും മറ്റുമൊക്കെ ചൂരൽമലയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അതിപ്പോഴും ഒരുപക്ഷെ ഇന്നലെ മുതൽ തുടങ്ങിയ ആ ഒരു ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. അതായത് ഈ പാലം പൂർത്തിയാകുന്നത് വരെ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ ഈ റോപ്പ് വഴിയുള്ള ഒറ്റ മാർഗം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന മൃതദേഹങ്ങളെ ആ സ്ട്രെച്ചറിൽ കെട്ടി റോപ്പ് വഴി ചൂരൽമലയിലേക്ക് എത്തിക്കുക, തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പുരോഗതി ശരിക്കും ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു. കാരണം മുണ്ടക്കൈയിലേക്ക് കടന്ന് അവിടെ പോകാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മുണ്ടക്കൈയിൽ പോവുകയും അവിടെ കുടുങ്ങിക്കിടന്ന ഏറെക്കുറെ എല്ലാ പേരെയും നമുക്ക് പോലീസിൽ നിന്നും മറ്റും ലഭിക്കുന്ന ഒരു പ്രകാരം അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ ഇനി അങ്ങനെ വലിയ തോതിൽ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ആരുമില്ല എന്ന് തന്നെ പറയാം. ഇനി കണ്ടെത്തേണ്ടത് മൃതദേഹങ്ങൾ മാത്രമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഇന്ന് അട്ടമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായിരുന്ന ഒറ്റപ്പെട്ടുന്ന ആൾക്കാരെ പൂർണ്ണമായി തന്നെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തിൻ്റെ വലിയൊരു ഘട്ടം ഇന്ന് പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ പറയാം. അതേസമയം വലിയ ദൗത്യം എന്ന് പറയുന്നത്, ശ്രമകരമായ ദൗത്യം എന്ന് പറയുന്നത്, ഏറെക്കുറെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം പൂർണ്ണമായി തന്നെ നിലം പരിശായ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഉൾപ്പെടലിൽ വന്ന് മീറ്റർ കണക്കിന് ഒരുപക്ഷെ 7 അടിക്ക് മുകളിൽ വരെ മണ്ണായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടുകളെല്ലാം തന്നെ ഏറെക്കുറെ തകർന്നിട്ടുണ്ട്. ആ തകർന്ന വീടുകൾക്കകത്ത് നിന്നും ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്ന, അവിടെ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുക എന്ന് പറയുന്ന ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴ ഇതിനൊക്കെ തന്നെ ഒരു വെല്ലുവിളിയെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നുണ്ട് വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക്, അതായത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. ചൂരൽമല പുഴയിൽ, ചെറിയൊരു പുഴയായിരുന്നു ഈ പുഴയിലൂടെയാണ് ഉരുൾ പൊട്ടി എല്ലാ ഗതികളും മാറിക്കൊണ്ട് നൂറുകണക്കിന് വീടുകളെ തകർത്തുകൊണ്ട് 100-ലധികം, ഇപ്പോൾ കണക്ക് 150-200-ലധികം മരണങ്ങൾക്കിടയാക്കിയ, ഇതുവരെയുള്ള കണക്കനുസരിച്ച് മാത്രം 200-ലധികം മരണങ്ങൾക്ക് ആ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അതിലൂടെ വെള്ളം ഒഴുകുകയും ചെയ്യുന്നത്. ഇന്നും രാവിലെ ഉച്ചയ്ക്കും ചെറിയ ശക്തമായ മഴയുണ്ടായിരുന്നു. അല്പസമയം വീണ്ടും മഴ പെയ്തു. ഈ മഴ പെയ്യുന്നത് സ്വാഭാവികമായും രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കും. കാരണം വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം NDRF ആണെങ്കിലും സൈന്യമാണെങ്കിലും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ നടത്തുന്നത്. മുണ്ടക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ ഏറെക്കുറെ പൂർണ്ണമായും ചെളി നിറഞ്ഞ സ്ഥലമാണ്. അവിടെ മഴ കൂടി പെയ്തുകൂടി അവിടെ നമുക്ക് ആളുകളെ തിരയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മഴ നമുക്കൊരു വെല്ലുവിളിയായി തന്നെ വരുന്നു. മാത്രമല്ല, മഴ വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരുപക്ഷെ ഉരുൾപൊട്ടുണ്ടാവാനുള്ള സാധ്യതയും സ്വാഭാവികമായും നമ്മൾ കണക്ക് കൂട്ടണം. കാരണം ഒരു തവണ ഒന്നിലധികം തവണ ഉരുൾപൊട്ടുണ്ടാക്കിയ സ്ഥലത്തെ സംബന്ധിച്ചോളം അവിടുത്തെ മണ്ണ് കൂടുതൽ ഇളകി നിൽക്കുന്ന സാഹചര്യമായിരിക്കും. വീണ്ടും വെള്ളം വീഴുന്നത് അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നത് വീണ്ടും അപകട സാധ്യത ഉണ്ടാക്കും. നമുക്ക് ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കുന്നവരെങ്കിലും ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകണം എന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത്തരമൊരു കാര്യമാണ് ശരിക്കും ഉണ്ടെങ്കിൽ കൂടുതൽ കൃത്യമായി തന്നെ നമുക്ക് ഇതിലേക്ക് പോകാൻ കഴിയും. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുന്നു. പട്ടാളത്തിൻ്റെ പാലത്തിൻ്റെ പണി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 25% നമുക്ക് പൂർത്തിയായെന്ന് പറയാം. ഇനിയും അതിലൊരു വലിയ നിൽക്കുന്ന ഉപകരണങ്ങൾ ഇനി എത്തിക്കാനുണ്ട്. നിരവധി ഈ സ്റ്റീൽ പ്ലേറ്റുകൾ മറ്റുമൊക്കെ. നമുക്കറിയാം, ഈ മേപ്പാടിയിൽ നിന്നും ചുരുൾപാലത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ഒരു നിരന്തരമായി ആംബുലൻസുകളും മറ്റും പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെ വലിയ വാഹനത്തിൽ മെറ്റൽ പാട്ടുകൾ മറ്റുമൊക്കെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് എത്തിക്കുന്ന മുറയ്ക്കാണ് പിന്നെ സൈന്യം ഈ ഇതിൻ്റെ പ്രവർത്തനം നീട്ടിക്കൊണ്ട് പോകുന്നത്. 25%-30% പൂർത്തീകരിച്ചത് മാത്രമേ പറയാൻ കഴിയൂ. ഇനിയും ബാക്കി കൂടി പൂർത്തീകരിച്ച് കരക്കെത്തിച്ച് നാളെയോടുകൂടി തന്നെ
അത് പ്രവർത്തന യോഗ്യമാക്കുമെന്നാണ് നമ്മൾ തന്നെയാണ് കരുതുന്നത്. നാളെയോടുകൂടി ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണമാക്കാൻ കഴിയുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് അല്പം കൂടി ഒരു വേഗത കൈവരാൻ സാധിക്കുമല്ലോ. തീർച്ചയായും നേരത്തെ നമ്മളോട് സംസാരിച്ച ADGP MR അജിത് കുമാർ പറഞ്ഞതാണ് നാളെ വൈകിട്ടോടുകൂടിയെങ്കിലും പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ സ്വാഭാവികമായും അതിൻ്റെ പ്രവർത്തനത്തേക്ക് പിന്നെ നമ്മൾ നോക്കുക. ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുണ്ടക്കയിൽ നിന്നും ഇന്ന് രാവിലെ തന്നെ 6 മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരുന്നു. ഉച്ചയോടുകൂടി തന്നെ എത്തിച്ചിരുന്നു. അതിനുശേഷവും മൃതദേഹങ്ങൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് രക്ഷാപ്രവർത്തനം അവിടെ സജീവമാണ്. രക്ഷാപ്രവർത്തകർ അവിടെ മണ്ണിൽ കുതിർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ വീടിനകത്ത് മണ്ണിൽ പൂർണ്ണമായും മുങ്ങിപ്പോയ വീടുകളിനകത്ത് നിന്ന് ഇപ്പോഴും ആളുകളെ കണ്ടെത്തുന്നു, മൃതദേഹങ്ങളെ കണ്ടെത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവരുന്ന ഈ കരയ്ക്ക് അപ്പുറത്ത് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളെ ഇങ്ങനെ സ്ട്രെച്ചറിൽ കെട്ടി ഇവിടെ കരയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ പോലീസിൻ്റെ ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ പോലീസിൻ്റെ അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അതായത് കരയ്ക്ക് സമീപത്തുള്ള മുഴുവൻ ആൾക്കാരോട് മാറാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മഴയെ തുടർന്ന് ഇപ്പോൾ ഇവിടെ മഴ കുറവാണെങ്കിലും ചൂരൽ പാലം പുഴയിലൂടെ വരുന്ന ചൂരൽ മലപ്പുഴയിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ വേഗത വർദ്ധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത് രക്ഷാപ്രവർത്തകർക്കും അപകട സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് നിന്ന് സമീപത്ത് പ്രത്യേകിച്ച് NDRF പോലീസ് ഉൾപ്പെടെയുള്ള അതിനുവേണ്ടി നിർദ്ദേശപ്പെട്ട ആൾക്കാർ ഒഴികെ ബാക്കി പൂർണ്ണമായും മാറാനുള്ള നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ട്. അതായത് പ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിന് സ്വാഭാവികമായ വൈകൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴ തുടരുന്നത് സ്വാഭാവികമായും വെല്ലുവിളി തന്നെയാണ്, പ്രത്യേകിച്ച് വൈകിട്ടാകുമ്പോൾ. രാത്രി അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, എത്രത്തോളം? കാരണം നമുക്ക് ഇപ്പോൾ തന്നെ 500-ലധികം രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ ഭാഗത്തുണ്ട്. അവരും വരേണ്ടതുണ്ട്, അവരെയും നമുക്ക് നോക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നിരവധി ആൾക്കാർക്ക് ഇങ്ങോട്ട് കടക്കാനുണ്ട്. നേരത്തെ സൈന്യം താൽക്കാലിക പാലത്തിലൂടെ കുറേ ആൾക്കാരെ കടത്തിയിരുന്നു. അതേസമയം വെള്ളം വർദ്ധിച്ചതോടുകൂടി അവരും ആൾക്കാരെയൊക്കെ ഒരു വശത്ത് നിന്ന് ആൾക്കാരെ കടത്തുന്നത് നിർത്തി. നേരത്തെ നമുക്കറിയാം ഉച്ചയ്ക്ക് നമ്മുടെ റിപ്പോർട്ടേഴ്സ് അടക്കമുള്ള മാധ്യമ സംഘവും ഒരു വശത്ത് അല്പസമയമെങ്കിലും കുടുങ്ങിപ്പോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ വെള്ളം വർദ്ധിക്കുന്നത് സ്വാഭാവികമായ ആശങ്കകൾക്ക് നടക്കുന്നുണ്ട്. എന്തായാലും